ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹിമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ചയിലേക്ക് വെക്കുന്നത് ഹിസ്റ്ററി അല്ല, സോഷ്യോളജിയാണ്. ഈ വരുന്ന ശനിയാഴ്ച +1 സോഷ്യോളജിയുടെ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് +1 സോഷ്യോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രം പറഞ്ഞൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ച് ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിരുന്നു. +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കന്ന് അവരുടെ ആനുവൽ എക്സാം ആണ്. +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കന്ന് അവരുടെ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. രണ്ട് സ്റ്റുഡൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. അധികം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോവില്ല കേട്ടോ. ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയും. അതുപോലെ തന്നെ 10 ചാപ്റ്ററും കവർ ചെയ്തു പോകും. ഇതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാം ചാപ്റ്റർ തന്നെ സാമൂഹ്യ ശാസ്ത്രവും സമൂഹം എന്ന് പറയുന്ന ഭാഗമാണ്. നല്ല കോരിച്ചൊരിയുന്ന മഴയത്തെടുത്തൊരു ക്ലാസ് ആയിരിക്കും ഇത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ സാമൂഹ്യ ശാസ്ത്രവും സമൂഹം എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ നിന്ന് പ്രധാനമായും ചോദ്യങ്ങൾ വരുന്ന ഭാഗം ഒന്ന് സാമൂഹ്യ ശാസ്ത്രവും അതുപോലെ തന്നെ സാമാന്യ ബോധവും എന്ന് പറയുന്ന ഭാഗം. അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യ ശാസ്ത്ര ഭാവന, അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വ്യാപ്തി, അതുപോലെ തന്നെ ഭാവന, അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രവും സാമാന്യ ബോധവും. ഈ 3 ഭാഗത്തുനിന്നായിട്ട് ഈ ചാപ്റ്ററിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി വലിയ എക്സേ വരികയാണെങ്കിൽ അത് സാമൂഹ്യ ശാസ്ത്രവും മറ്റു ശാസ്ത്രശാഖകളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടെ ചിലപ്പോൾ ഇതിൽ നിന്ന് വന്നു കാണാറുണ്ട്. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് പ്രത്യേകം ഇതിൽ നിന്ന് മെൻഷൻ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാം ചാപ്റ്റർ പദവും സങ്കല്പവും സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഉപയോഗത്തിൽ എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ പ്രധാനമായും വരുന്ന ചോദ്യം എന്ന് പറയുന്നത് സാമൂഹ്യ സംഘങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്റർ പദങ്ങളും സങ്കല്പങ്ങളും സാമൂഹ്യ ശാസ്ത്ര ഭാവനയിൽ എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ഒന്ന് സാമൂഹിക സംഘങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വരാറുണ്ട്. മറ്റൊന്ന് പ്രാഥമിക ഗണം, ദ്വിതീയ ഗണം, അഥവാ പ്രൈമറി ആൻഡ് സെക്കൻഡറി. അതുപോലെ തന്നെ സമുദായവും സമൂഹവും എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി, സ്വഗണം, അന്യഗണം. ഈ 2 ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സുചിത ഗണം അഥവാ റെഫറൻസ് ഗ്രൂപ്പ്, സാമൂഹ്യ ശ്രേണീകരണം. ഇതിൽ സാമൂഹ്യ ശ്രേണീകരണം പഠിച്ച 2 ഗുണമുണ്ട് കേട്ടോ. മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ സാമൂഹ്യ ശ്രേണീകരണം പാഠ്യവിഷയമായിട്ട് വരുന്നുണ്ട് ഈ +1 തന്നെ. അതുകൊണ്ട് പറ്റുമെങ്കിൽ സാമൂഹ്യ ശ്രേണീകരണം വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. അതുപോലെ തന്നെ പദവിയും പങ്കും പദവി കൂട്ടം എന്ന് പറയുന്ന ഭാഗം, പദവിയും പങ്കും പദവി കൂട്ടം പദവിക്രമം എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. അതും പഠിച്ചിട്ട് പോകണം. പ്രത്യേകിച്ചും ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അഥവാ സമുദായം, സമൂഹം, അതുപോലെ തന്നെ പ്രാഥമിക ഗണം, ദ്വിതീയ ഗണം, സ്വഗണം, അന്യഗണം, സുചിത ഗണം, ഇങ്ങനെ പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാരുടെ ഗണം. ഇതും പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ പഠിച്ചിട്ട് പോവാ രണ്ടാമത്തെ ചാപ്റ്റർ. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്റർ. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് സാമൂഹിക സ്ഥാപനങ്ങളെ തന്നെയാണ്. അഥവാ കുടുംബം, വിവാഹം, ബന്ധുത്വം, രാഷ്ട്രം, അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥാപനങ്ങൾ, അതുപോലെ മതം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതസ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇത് വിശദമായിട്ട് പഠിച്ചിട്ട് പോകണം. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് എസ്എ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. 6 മുതൽ 8 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നു കണ്ടിട്ടുണ്ട്. ഇനി നമ്മള് നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ സംസ്കാരവും സാമൂഹ്യ വൽക്കരണം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ പ്രത്യേകിച്ചും വരാറുള്ളത് സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സംസ്കാരത്തിന്റെ മാനങ്ങൾ, നൈതികം, ഭൗതികം, ജ്ഞാനാത്മകം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതും ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജൻസികൾ. സാമൂഹ്യ സ്ഥാപനങ്ങൾ പഠിച്ചില്ല നമ്മള്, അതിന്റെ മറ്റൊരു വേഷനാണ് ഏജൻസികൾ എന്ന് പറയുന്നത്. അഥവാ കുടുംബം, സമപ്രായക്കാർ, വിദ്യാലയം, അതുപോലെ തന്നെ ബഹുജന മാധ്യമം,
ഇത്രയും ഭാഗങ്ങളാണ് സാമൂഹ്യവൽക്കരണ ഏജൻസികളെ കുറിച്ച് പഠിക്കുന്നത്. സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജൻസി ചോദിക്കുമ്പോൾ ചിലപ്പോ സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജൻസികൾ എഴുതുക എന്ന് പറയും, ഇല്ലെങ്കിൽ സാമൂഹീകരണത്തിന്റെ ഏജൻസികൾ എന്നും വന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജൻസികൾ, ഇല്ലെങ്കിൽ സാമൂഹീകരണത്തിന്റെ ഏജൻസികൾ, ഇങ്ങനെ രണ്ടിലും ഈ ചോദ്യം വന്ന് കണ്ടിട്ടുണ്ട്. എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഗവേഷണ രീതികൾ എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഒരുപാട് ചെറിയ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒന്ന് ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി, അഥവാ വ്യക്തിനിഷ്ഠം ആത്മനിഷ്ഠം. മറ്റൊന്ന് മുൻവിധി, അതുപോലെ സ്വയം പ്രതിഫലനം അഥവാ പ്രൊജഡീസ്, അതുപോലെ തന്നെ സെൽഫ് റിഫ്ലെക്സിവിറ്റി. പ്രമാണവൽക്കരണം, അതുപോലെ തന്നെ ത്രികോണമാപനം. ഇതൊക്കെ ഇതിൽ പലപ്പോഴായിട്ട് ചെറിയ മാർക്കിന് 2 മാർക്കിനൊക്കെ 3 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ മാർക്ക് ചോദിക്കുകയാണെങ്കിൽ സാമൂഹ്യ നരവംശത്തിലെ ഫീൽഡ് വർക്ക്, സാമൂഹിക നരവംശ ശാസ്ത്രത്തിലെ ഫീൽഡ് വർക്ക്. മറ്റൊന്ന് ഗവേഷണത്തിന്റെ രീതികൾ. അതിലൊന്ന് നമ്മൾ പറയേണ്ടത് സർവേ, നിരീക്ഷണം, അഭിമുഖം. ഈ 3 ഭാഗവും വ്യക്തമായിട്ട് കൃത്യമായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, ഇതാണ് 5ാം ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 7ാമത്തെ ചാപ്റ്റർ ആണ്. സാമൂഹിക മാറ്റവും സാമൂഹിക ക്രമവും എന്നാണ് ചാപ്റ്ററിന്റെ പേരുള്ളത്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം സാമൂഹിക മാറ്റത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നുള്ളതാണ്. മറ്റൊന്ന് വിവിധ തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങൾ അഥവാ വിപ്ലവാത്മകം, പരിമാണാത്മകം എന്നൊക്കെ പറഞ്ഞ് അതിൽ പറയുന്നുണ്ട് ആ ചാപ്റ്ററിൽ. ആ ഭാഗം പഠിച്ചിട്ട് പോകുക. അതുപോലെ തന്നെ സാമൂഹ്യ മാറ്റത്തിന്റെ കാരണങ്ങൾ ചോദിക്കാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ സാമൂഹിക ക്രമവും മാറ്റവും, ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട് സാധാരണയായിട്ട്. ഇനി ചാപ്റ്റർ 8 ചർച്ച ചെയ്യാനുള്ളത്. ചാപ്റ്റർ 8 പരിസ്ഥിതിയും സമൂഹവും എന്നുള്ള ഭാഗമാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. അഥവാ പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുമ്പോൾ സാമൂഹിക പ്രശ്നമായിട്ട് മാറും. അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ചോദ്യമായിട്ട് വരും. ഒന്ന് വിഭവ ശോഷണം, മറ്റൊന്ന് മലിനീകരണം. അതില് വായു, ജലം, മണ്ണ്, അതുപോലെ തന്നെ ശബ്ദം, ഇതൊക്കെ അതിൽ പെടും കേട്ടോ. ആഗോള താപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, പാരിസ്ഥിതിക ദുരന്തങ്ങൾ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇത്രയും ഭാഗങ്ങളിലുള്ള എസ്എ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ എസ്എ ക്വസ്റ്റ്യനെ വരുള്ളൂ. അത് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് വന്നു കണ്ടുള്ളത്. എല്ലാ വർഷവും ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിനും 5 മാർക്കിനും 8 മാർക്കിനുമായിട്ട് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ 9ാം ചാപ്റ്റർ ആണ്. പാശ്ചാത്യ സാമൂഹിക ശാസ്ത്രജ്ഞർ എന്നാണ് ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഇതിൽ വരുന്ന 1ാമത്തെ ഭാഗം ഫ്രഞ്ച് വിപ്ലവമാണ്. പലപ്പോഴും ഫ്രഞ്ച് വിപ്ലവം ഒരു ചോദ്യമായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എമിലി ദുർക്കെയ്മിന്റെ സാമൂഹിക ഐക്യവും ജൈവിക ഐക്യവും ചർച്ച ചെയ്യാൻ പറയാറുണ്ട്. കാൾ മാർക്സിനെ പറ്റിയും ഈ ചാപ്റ്ററിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി 10ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സാമൂഹിക ശാസ്ത്രജ്ഞരാണ്. ഇതിൽ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ട ഒന്ന് എം.എൻ. ശ്രീനിവാസും അദ്ദേഹത്തിന്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള പഠനവും അതുപോലെ തന്നെ സംസ്കൃതവൽക്കരണവും ചോദിച്ചാൽ ഈ ഭാഗം നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് കാണണം. മറ്റൊന്ന് ജി.എസ്. ഗുരയുടെ ജാതിയെക്കുറിച്ചും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത്രയും ഭാഗവുമാണ് ഈ 10 ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഈ നോട്ട് വേണമെങ്കിൽ സോഷ്യോളജിയുടെ ഷോർട്ട് നോട്ട് ഉണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ആൻസറും ഉണ്ട്. ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക് വാട്സാപ്പ് ഉപയോഗപ്പെടുത്താം. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണമെന്ന് വീണ്ടും പറയുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.